5000-ഓളം പേർക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുന്ന, ഇന്നെന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നവജീവൻ തോമസ് ചേട്ടൻ. തോമസ് ചേട്ടനെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തോമസ് ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം 35 വർഷമായിട്ടുള്ളത് കൊണ്ട് തോമസ് ചേട്ടനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തോമസ് ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. തോമസ് ചേട്ടാ, വെൽക്കം. തോമസേട്ടാ, നവജീവൻ ആരംഭകാലത്ത് മെഡിക്കൽ കോളേജിൽ നമ്മൾ പാസ് കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. വാർഡുകൾ കയറി ഇറങ്ങി ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നമ്മൾ പാസ് കൊടുക്കുമായിരുന്നു. ആ പാസ്സുമായിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ചോറ് പാത്രമായിട്ട് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ പാസ് ഇല്ലാതെ കൊടുക്കാൻ തുടങ്ങി. അന്നേരം ലൈനായിട്ട് നീണ്ട ആൾക്കാർ ഇങ്ങനെ 10,000-2000 പേരൊക്കെ ഒരുമിച്ച് നിന്ന് മേടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഇങ്ങനെ വന്ന് അന്നേരം ശുശ്രൂഷകർ, വോളണ്ടിയേഴ്സ് ഒത്തിരി പേര് ഇവിടെ വയ്ക്കാനും ചോറ് വയ്ക്കാനും ആൾക്കാർ, അങ്ങനെ ഇത് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്ന് വന്ന് ഇപ്പം ഈ നിലയിലെത്തി. ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജ് നമ്മൾ കൊണ്ടുവന്ന് ആര് നിന്നാലും ലൈൻ നിന്നാലും ഭക്ഷണം കൊടുക്കും. അപ്പം ഇതിനിവിടെ സഹായിക്കുന്ന വോളണ്ടിയേഴ്സിനെ കുറിച്ചൊക്കെ എന്താ പറയുക, എത്ര പേരുണ്ട്, അവരുടെ ശുശ്രൂഷകൾ എങ്ങനെയാണ്? അതുപോലെ ശുശ്രൂഷകരായിട്ട് 50-ലധികം പേരുണ്ട്. അല്ലാതെ വരുന്നവരുണ്ടല്ലോ. അല്ല, ഒരുപാട് പേര് കറിക്കരിയാൻ വരുന്നു. ഒരുപാട് പേര് ഒത്തിരി തരത്തിൽ ഒത്തിരി ആളുകൾ വന്നു പോകുന്നുണ്ട്. പഴയ ആളുകൾ കുറേ വരുന്നുണ്ട്, പുതിയ ആളുകൾ വരുന്നുണ്ട്. ഏറ്റവും കാണുന്ന രാവിലെ കറിക്കരിയാനായിട്ട് ആളില്ലെങ്കിൽ എന്നാ ചെയ്യും? പക്ഷെ എവിടുന്നെങ്കിലും വരും. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 3 പേര് പുതിയതായിട്ട് വന്നു കറിക്കരിയാൻ വരികയായിരുന്നു. അപ്പോൾ എവിടുന്നെങ്കിലും രാവിലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കറിക്കരിയാനായിട്ട് വരും. അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ പോവുകയും ചെയ്തു. സൈക്കാട്രി വാർഡി മാനസിക രോഗികൾ മക്കൾക്ക് വയറ് നിറയെ കൊടുക്കണം. 7 മണിക്ക് മുമ്പ് കൊടുക്കണം. ഉച്ചയ്ക്ക് ഡയാലിസിസ് വന്നു പോകുന്നവർക്കെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണം. വൈകുന്നേരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ പേർക്കും കൊടുക്കണം. കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ജില്ലാ ഉച്ചയ്ക്കും കൊടുക്കണം, വൈകിട്ടും ഉണ്ട്. ഒരു 5000-ഓളം നല്ല ചോറും കറികളും ചൂടുമില്ല. പിന്നെ നമ്മുടെ നവജീവൻ ഏറ്റവും കൂടിയ അരിയാണ്. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അരിയാണ്, ഏറ്റവും നല്ല പച്ചക്കറിയാണ്. കഴിയുന്ന മുളകും മല്ലിയും മഞ്ഞളും പൊടിച്ചെടുക്കുക, വെളിച്ചെണ്ണ ആട്ടിയെടുക്കുക. മുരിങ്ങക്കായ്ക്ക് 120 രൂപ കിലോയ്ക്ക് വില വന്നപ്പോഴും നമ്മുടെ സാമ്പാറിന് കഷ്ണങ്ങൾ കുറച്ചില്ല. നമ്മുടെ സാമ്പാറുണ്ടെങ്കിൽ മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ കർത്താവ് നമുക്ക് അനുഗ്രഹം തരുന്നു. നമ്മുടെ ഭക്ഷണമാണ് അവസാനമായിട്ട് കഴിച്ച് മരണത്തിലേക്ക് മടങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട്. ഡോക്ടർമാർ വിശപ്പില്ലെന്ന് പറയാൻ നവജീവൻ്റെ ഭക്ഷണം മേടിച്ച് കഴിച്ചു. ഡോക്ടർമാർ പറയാൻ അതിലേ പോകുമ്പോൾ സാമ്പാറിൻ്റെ മണം കേൾക്കുമ്പോൾ ഇച്ചിരി കഴിച്ചാൽ കൊള്ളാമെന്നുള്ളത് തോന്നുന്നു. അങ്ങനെ അത്രയെ നമ്മുടെ കിച്ചന് ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ട് ചെയ്യും. അത്ര ഭക്ഷണം അത്ര അനുഗ്രഹം. ഞാൻ തന്നെ സാമ്പാർ ഒഴിച്ചാൽ ചോറുണ്ടെന്നത്. കാരണം അത്ര നല്ല സാമ്പാറാണ്. ഇത്രയും നല്ല സാമ്പാർ നമുക്ക് എങ്ങൊന്നും കിട്ടാനില്ല. അത് കറക്റ്റാ. നവജീവനിലെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവിടെ വന്ന് നമ്മൾ നോക്കി, കാര്യം അധികം കറികളൊന്നും കാണത്തില്ല. സാമ്പാർ, തോരൻ, ചില ദിവസം ചിക്കൻ അല്ല മീൻ, അങ്ങനെ കാണും. അപ്പോൾ അത് ഏത് കഴിച്ചാലും ഒരു മോര് കൂട്ടിയാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലത്തെ ടേസ്റ്റാണ് നവജീവന്റെ ഭക്ഷണത്തിനുള്ളത്. പിന്നെ നമ്മുടെ നവജീവനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നവജീവനിൽ കഴിയുന്ന രോഗികളാകുന്ന മക്കളും ശുശ്രൂഷകരും കമ്മിറ്റിക്കാരും ഞാനും എല്ലാം ഒരേ പ്ലേറ്റിൽ കഴിഞ്ഞ് കഴിയും, ഒരേ സ്ഥലത്തിരുന്ന് കഴിയും. ഒരു തിരിവുമില്ലല്ലോ. നമ്മൾ കമ്മിറ്റിക്കാരാ അല്ലെങ്കിൽ തോമസ് ചേട്ടനാ അങ്ങനെ വേണമെങ്കിൽ ഏത് വലിയവർ വന്നാലും ചെറിയവർ വന്നാലും നവജീവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒന്നിച്ച് ആ പാത്രത്തിൽ വിളമ്പി ഒന്നിച്ചിരുന്ന് കഴിക്കുക. അതൊരു വലിയ സന്തോഷകരമായ കാര്യം. അതൊരു വലിയ കാര്യമാണ്. ഒരു തിരിവില്ലല്ലോ. മറ്റ് സ്ഥാപനങ്ങളോ അല്ലെ ഒരു തിരിവില്ലല്ലോ. എല്ലാവരും നമുക്ക് VIP-കളാണ്. രോഗികൾ മക്കളെല്ലാം VIP-കൾ തന്നെയാണ്. വേറൊരു VIP ആയിട്ടല്ലേ വേറുള്ളവരെ കാണുന്നത്. എല്ലാവരും നമ്മൾ VIP ആയിട്ടാണ്. തോമസേട്ടാ, ഇവിടെ ഇപ്പം 169 പേരുണ്ട്. ഇന്നിപ്പം നമ്മൾ മറയൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരാൾ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ 169 പേരുണ്ട്. അപ്പം അത് മാനസിക രോഗികളെ എനിക്ക് തോന്നുന്നൊരു 160 പേരും ഏകദേശം മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരാണ്. അല്ലാത്ത നോർമലായിട്ടുള്ളവർ 10 പേരേ ഉള്ളൂ. കിടപ്പ് രോഗികളുണ്ട് 10-30 പേര്. നമ്മൾ കിടക്കുന്ന ബെഡ് പേഷ്യൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആണുങ്ങളെ വാർഡുണ്ട്, പെണ്ണുങ്ങളെ വാർഡുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കാനായിട്ട് ഉള്ള സംവിധാനം എങ്ങനെയാണ്? ഡോക്ടർമാർ ഒക്കെ വരും, നേഴ്സുമാർ, അതൊക്കെ എങ്ങനെയാണ്? നേഴ്സുമാർ 6-7 പേരുണ്ട്. ഡോക്ടർമാർ പിന്നെ നമുക്ക് ഇവിടെ സൈക്കാട്രിയിലെ ഡോക്ടർ വരുന്നുണ്ട്, മെഡിക്കലിലെ ഡോക്ടർ വരുന്നുണ്ട്,
പിന്നെ വേറെ പാലിയേറ്റീവിൻ്റെ ഡോക്ടർ വരുന്നുണ്ട്. നമുക്ക് ആവശ്യ നേരത്തെ എല്ലാം ദൈവം കൊണ്ട് തരുന്നുണ്ട്. ഡോക്ടർമാരെ തരുന്നുണ്ട്, നേഴ്സുമാരെ തരുന്നുണ്ട്, ആവശ്യ നേരത്തെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നവിടെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അജിത് മോഹൻ ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നുണ്ട്. വ്യാഴാഴ്ച സൈക്കാട്രിയുടെ ഡോക്ടർ മോഹനൻ സാർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഡോക്ടർമാർക്ക് മറ്റു സ്ഥാപനത്തിനേക്കാളും നമ്മളോടും നമ്മുടെ രോഗികളുമാരോടും കൂടുതൽ സ്നേഹമുണ്ട്. ഇല്ല, അതിനൊരു കാരണമുണ്ട്. ഈ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു അനുഭവം പറയാം. അദ്ദേഹം പുറത്തൊരു ചികിത്സിക്കുന്ന ഒരു വ്യക്തി സുഖപ്പെടുന്നതിനേക്കാളും വേഗം ഇവിടെ ചികിത്സിക്കുന്ന ആൾക്കാർ സുഖപ്പെടുന്നുണ്ടെന്ന് അജി സാർ പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു. പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞ. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ഫലിക്കുന്നുണ്ട്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. പിന്നെ ചില ചോദിക്കും ഇത്രയും മാനസികരോളെ നോക്കാൻ പേടിയില്ല, ഉപദ്രവിക്കുക. പണ്ട് കാലത്ത് ഒരുത്തരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ഒരുത്തരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി 4 ദിവസം കുർബാന കാഴ്ച പ്രാർത്ഥിച്ച് ഈ അലറിക്കുന്ന ജഡായി ചേട്ടനെയും കയ്യെ പിടിച്ച് ഞാൻ പോരാൻ പറഞ്ഞാൽ പോരുക, ചേട്ടായി ഞാൻ പോരാൻ പറഞ്ഞാൽ പോരുക. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അത് അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ജഡായിയൊക്കെ എന്നെ കല്ലിനിടിച്ച് അവിടെ കൊന്നിരുന്നവരെ ഈ മനുഷ്യരെ എന്നെ പറഞ്ഞ പ്രാതന്മാരെ പിടിക്കാൻ പോയി അവർ കല്ലിടിച്ച് ചത്തുപോയി. പക്ഷെ ദൈവം അവരെയൊക്കെ നമ്മൾ ഏറ്റെടുത്ത് അവരെ സ്നേഹിക്കാൻ, സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ ഒരു ഒരുക്കത്തിൻ്റെ കാലം. അല്ല സാധാരണ മനുഷ്യരെ കൊണ്ടൊന്നും അത് പറ്റുകയില്ല. നമ്മളെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചത് കൊണ്ടാണ് സത്യം. അതെ അല്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ തന്നെയുള്ള മാനസിക രോഗികൾ ഇപ്പോൾ 160 പേരുണ്ടെങ്കിൽ ആരും നമ്മളെ നല്ല വോളണ്ടിയേഴ്സിനെ അങ്ങോട്ട് പരസ്പരം തന്നെ ഉപദ്രവിക്കത്തില്ലല്ലോ. അവർ എല്ലാവരും ഒരു ശാന്തരായിട്ടാണ് നിൽക്കുന്നത്. മാനസിക രോഗികളെ പേടിയുണ്ടോ എന്ന് ചൊല്ലു. മാനസിക രോഗികളെ മക്കളെ ഒരു പേടിയില്ല, മാനസിക രോഗം ഇല്ലാത്തവരെ പേടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ശുദ്ധ മനുഷ്യരവരാ. നല്ല മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുന്ന അവരാണ്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര എഫക്റ്റാണ്. കാരണം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ബുക്കിൽ എഴുതിയിടുമ്പോൾ ഒത്തിരി പേരുണ്ട്. അത് ആ പേരെടുത്ത് വെച്ച് ഇവിടുത്തെ മക്കള് പ്രെയർ ബുക്ക് എടുത്ത് വെച്ച് അവരുടെ പേര് പേരായിട്ട് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. അത് ഒരു ഭയങ്കര അനുഗ്രഹം അവർക്ക്, വരുന്നവർക്കും ഒരു അനുഗ്രഹം. സന്ധ്യയാകുമ്പോൾ ഇവർ എൻ്റെ അടുത്ത് വരികയൊക്കെ ചെയ്യും. എല്ലാവരും മാറിക്കഴിഞ്ഞു. ഞാൻ ഓഫീസിലിരിക്കുകയാണെങ്കിൽ കസേരയിലൊക്കെ ഇരുത്തി വർത്താൻ. ഞാനൊരു അപ്പനും മക്കളും ഇരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എന്നോട് എല്ലാവർക്കും എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് എപ്പോഴും വരിക, വർത്താനം പറയുക, മുട്ടായി കൊടുക്കുക, എന്നേലും കൊടുക്കുക, വര ഇരിക്കാൻ പറയുക, വർത്താനം പറയുക. ആ ഒരു സന്തോഷം എനിക്കൊരു വലിയ സന്തോഷം. ഞാൻ അവരുമായിട്ട് ഒരു അകലം പാലിക്കുന്നില്ല. എപ്പോഴും അവരൊരു അപ്പനാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്, മക്കളാണെന്നുള്ളൊരു സ്നേഹം എനിക്കും അവരോട്. അതുകൊണ്ട് എപ്പോഴും, പ്രത്യേകിച്ച് കിച്ചണിൽ അവിടെ പണി ചെയ്യുന്ന നമ്മുടെ ജോണെ, അതുപോലെ അശോകൻ, ഇവരെല്ലാം കയ്യെ പിടിക്കുകയും ഇരിക്കുകയും വർത്താനം പറയുകയും, ആ ഒരു സന്തോഷം എനിക്ക് എൻ്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സന്തോഷം എനിക്കതായി. ജോസേട്ടാ, നവജീവൻ ഇപ്പം ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ചിട്ട് തന്നെ 35 വർഷമാകാറായി. ഈ 35 വർഷത്തിനിടയ്ക്ക് ആയിരങ്ങൾ നമ്മൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 15 ലക്ഷത്തോളം പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ കണക്ക് പറയുന്നത്. ഇതുവരെ ഒരു 5-5.5 കോടി 5-5.5 കോടി പൊതി അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ശുശ്രൂഷ അതിനേക്കാളൊക്കെ ഒരു വൈവിധ്യമാർന്നു പോയി. ഇന്ന് മാനസിക രോഗികളെ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും മാത്രമല്ലാതെ തന്നെ നമ്മളിപ്പം കൈത്താങ്ങെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇല്ലേ, അങ്ങനത്തെ കുറച്ച് ശുശ്രൂഷ പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പുതുതായിട്ടല്ല, ഇത് 10 കൊല്ലമായിട്ട് കൈത്താങ്ങുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 2016 തുടങ്ങി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത, ജീവിത ചെലവിന്, ചികിത്സ ചെലവിന് നിവൃത്തിയില്ലാത്ത മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടാണ്. പ്രത്യേകിച്ചും നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ജയകുമാർ സാറൊക്കെ. അവർക്ക് നമ്മൾ 3000 രൂപ വെച്ച് 3,30,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ആ രോഗി മരിക്കുന്നിടം വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൂടാതെ അവർക്ക് വീട്ടോട്ട് അരിയെ പലവ്യഞ്ജനം, അത്യാവശ്യം വീട്ടു ചെലവിനൊക്കെ നമ്മൾ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർ പിള്ളേരെ പഠിപ്പിക്കാനോ കെട്ടിച്ചു വിടാനോ വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് അങ്ങനെ നമ്മൾ സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഒത്തിരി സ്കൂളുകളിൽ പിള്ളേർക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്. മുന്നോട്ട് ഭാവിയിൽ അവർ കുറച്ച് കാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു പ്രചോദനം നമ്മൾ കൊടുക്കുക. അതിന് നമ്മൾ കാരുണ്യ ദീപം എന്നൊക്കെ പറയും. പിന്നെ ഡോക്ടർമാരെ കൂട്ടിക്കൊണ്ട് നമ്മൾ ധ്യാനങ്ങൾ നടത്തുന്നു. 4-5 ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു ദിവസം ക്യാൻസറിൻ്റെ ഡോക്ടർ, ഒരു ദിവസം കിഡ്നിയുടെ ഡോക്ടർ, ഒരു ദിവസം സൈക്കാട്രി ഡോക്ടർ, ഒരു ദിവസം ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഡോക്ടർ. അവർ 1 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ നമ്മുടെ അച്ഛന്മാരുടെ പ്രസംഗവും, അരമണിക്കൂർ അതിന് നമ്മൾ മെഡിക്കൽ ധ്യാനം എന്നൊക്കെ പറയും. ഇനി ധ്യാനമില്ലാതെയാണെങ്കിലും കുർബാന കഴിഞ്ഞ ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ തന്നെയുണ്ട്.
പിന്നെ നമ്മൾ ആശുപത്രി പരിസരത്ത് ഇവിടെ വരുന്നവർക്കെല്ലാം നല്ല പ്ലാവിൻ്റെയും പഴവർക്ക തൈകളെല്ലാം നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കും. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് നമ്മൾ പുറത്ത് ഒത്തിരിയേറെ പ്രോത്സാഹനം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. നവജീവന് വരുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ടോയ്ലറ്റുകൾ വെച്ച് കൊടുക്കുന്ന നമ്മുടെ ആൾക്കാർ പോയി കണ്ട ഒരു കക്കൂസ് ഇല്ലാത്ത വീട് വളരെ ദയനീയമാണ്. പക്ഷെ അവർക്ക് വലിയ വലിയ പ്രസ്ഥാനങ്ങളും ആളുകളും ഒന്നും അവർ പലപ്പോഴും സമീപിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ആളുകൾ പോയി നല്ല ഭംഗിയായിട്ട് അവർക്ക് കക്കൂസ് ഉണ്ടാകും. അതിനായിട്ട് ഇതിനൊന്നും നമ്മളൊരു ഫങ്ഷൻ വെക്കുന്നില്ലല്ലോ, ഇതിനായിട്ടൊന്നും നമ്മൾ സ്റ്റേജിൽ ഒരു മീറ്റിംഗ് വെക്കുന്നില്ലല്ലോ, ഉദ്ഘാടനമില്ല, മീറ്റിങ്ങും ഇല്ല. അതുപോലെ വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ വീടുകൾ നമ്മൾ റിപ്പയർ ചെയ്യുന്ന, അടുക്കളയൊക്കെ നന്നാക്കി കൊടുക്കുന്നു, ചെയ്യുന്ന എല്ലാം ഭംഗിയായിട്ട്. പിന്നെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഓരോ കഷ്ണം ഇഷ്ടിക മേടിക്കുമ്പോൾ, ഓരോ ടൈൽസ് മേടിക്കുമ്പോൾ, ഓരോ സാധനം മേടിക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും വിലക്കുറവുള്ള സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് മേടിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ചുരുങ്ങിയ ലെവലിലും ഏറ്റവും ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാം ഈ അടുത്ത കാലത്ത് വില അന്വേഷിച്ച് ഈ പുതിയ കെട്ടിടം തന്നെ വേണ്ടത് വില അന്വേഷിച്ച് നടന്നുകൊണ്ട് എനിക്കും ഇപ്പം അങ്ങനെ ഒരു ശീലം ഉണ്ടായി. ഞാൻ എവിടെയാണ് ചെന്ന് 1 കിലോ പഴം മേടിക്കുന്നെങ്കിൽ പല കടയിൽ ചോദിക്കുമ്പോഴത്തേന് ഒരു കടയിൽ 60 രൂപയോ റോബസ്റ്റ പഴം, വേറൊരു കടയിൽ 40 രൂപയോ, ഒരു കടയിൽ ചെന്ന് ഉണക്കക്കപ്പ ചോദിച്ചപ്പോഴത്തേന് 85 രൂപ, വേറൊരു കടയിൽ ചെന്ന് ഉണക്കക്കപ്പ ചോദിച്ചോ 120 രൂപയോ. അപ്പം ഞാനും ഇപ്പം ആ ഒരു ശീലം എനിക്കൊരു പ്രചോദനമായി. കാരണം വില ചോദിച്ച് സാധനങ്ങൾ മേടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, അതൊരു നല്ല സ്വഭാവം. കാരണം നമ്മളെ നാണക്കാട് വിചാരിച്ചാ പലരും വില ചോദിക്കും. ഇപ്പം ഞാനൊരു ഹോട്ടലിൽ കയറി എന്നാ വെച്ചാലും ചിക്കൻ കറിക്ക് എന്നാ വില, പൊറോട്ടയ്ക്ക് എന്നാ വില ചോദിച്ചാൽ ഞാൻ കഴിക്കുന്നു. ആരും വില ചോദിക്കുക. പ്രത്യേകിച്ച് കോട്ടയത്തുള്ള മനുഷ്യർ ചിക്കൻ പൊറോട്ട അത് ഇത് അല്ലെങ്കിൽ പലചരക്കട ചെന്നാൽ ഇതേതെന്ന് പറഞ്ഞിട്ട് ബില്ല് പറയും, കാഴ്ച കിട്ടും. ഇവിടെ അടുത്തൊരു വലിയ പലചരക്കടയുണ്ട്. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടൻ ഇപ്പം കൂലിപ്പണിക്കാരൊന്നും വിഴമില്ല, അവൻ അതെടുത്തോ ഇതെടുത്തോ നമ്മൾ കുറിച്ച് കൊടുക്കുന്ന കാഴ്ച പണിക്കാന്ന് വെച്ചാൽ. കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെയുള്ള കോളനികളിൽ വിഷമിക്കുന്നിടത്തെല്ലാം ഇഷ്ടംപോലെ നമ്മൾ അരി കൊടുത്തു. അന്നത്തെ നമ്മുടെ വചനപ്രഘോഷകരായ പല ശുശ്രൂഷകരും വളരെ വിഷമിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, തോമസ് ചേട്ടാ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്, പുറത്ത് പറയാൻ മേല, ഞാൻ കുറച്ച് അരി തരണം. എത്ര തരണം? ഒരു 10 ചാക്ക് അരി. ഞാൻ പറഞ്ഞു, ഒരു 10 ചാക്ക് അരി തരാൻ ബുദ്ധിമുട്ട്, ഒരു 20 ചാക്ക് അരി വേണം തരാം. അന്നിവിടെ കൃത്യം കുത്തുവിളക്കിൻ്റെ 20 ചാക്ക് അരി ഉണ്ട്. അത് കൊടുത്തു. അന്ന് വൈകുന്നേരം 6-നും 6:30-ക്കാണോ ഈ കുത്തുവിളക്കിൻ്റെ 20 ചാക്ക് അരി അടുക്കളയിൽ വന്നു. വേറെ ആരോ കൊണ്ടുവന്നു. ആ ഇടയെല്ലാം നമ്മുടെ കിച്ചണിൽ അരി വെക്കാൻ ഇടയില്ലാതെയായി, ഓഡിറ്റോറിയത്തിൽ അരി വെക്കാൻ ഇടയില്ലാതെ, താഴെ കൊണ്ട് അരി വെക്കാൻ ഇടയില്ലാതെ, അരി കൊടുത്തു തീർക്കാൻ പറ്റാതെയായി പോയായിരുന്നു. അതുപോലെ അരി ഇങ്ങോട്ട് അരി വന്നുകൊണ്ടേയിരുന്നു. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ മുനമ്പം വെള്ളപ്പൊക്കം വന്നില്ല, അന്ന് നമ്മൾ 5-6 ലോഡ് അരിയാണ് അവിടെ കൊണ്ടുപോയി. ഓരോരുത്തരും വീട് വഴി കൊണ്ടുവന്ന് ഓരോ ചാക്ക് അരി അവിടെ കൊണ്ടുപോയി, ഓരോ ചാക്കരി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ കാണിച്ചെന്ന വലിയൊരു അനുഭവം, കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആരെങ്കിലും ഇതറിയാതെ അറിഞ്ഞോ നമുക്ക് കൊണ്ട് തന്നിരിക്കും. അത് വളരെ വ്യക്തമായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും തന്നുകൊണ്ടിരിക്കും, എവിടെന്നെങ്കിലും വന്നിരിക്കും, എവിടെ നിന്ന് തന്നിരിക്കും. പക്ഷെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നവജീവൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവിക ഇടപെടലാണ്. കഴിഞ്ഞ അനേക വർഷം, 10-25 വർഷമായിട്ട് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1,60,000 രൂപയോളം പ്രതിദിന ചിലവ് വരുന്ന ഒരു ശുശ്രൂഷ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലിലൂടെ അനുസ്യൂതം നടന്നു പോകുന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ എന്തും ദൈവത്തിൻ്റെ സമൃദ്ധമായ കലവറയിൽ നിന്ന് തോമസ് ചേട്ടൻ എന്ന വ്യക്തിയിലൂടെ നൽകുന്നത് എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ നവജീവനിലൂടെ തോമസ് ചേട്ടനിലൂടെ ദൈവം ഇടയാക്കുന്നുണ്ട്. ദിവസം ഏതാണ്ട് 5000-ഓളം രോഗികൾക്ക് ചൂടുവെള്ളവും ചോറും കറികളും ഏതാണ്ട് 5 ആശുപത്രികളായിട്ട് വിതരണം ചെയ്യുന്നു. അതുകൂടാതെ മെഡിക്കൽ കോളേജിലും മറ്റു ആശുപത്രികളിലും വിഷമിക്കുന്ന രോഗികൾക്ക് ആവശ്യമായ മരുന്ന്, മറ്റ് സ്കാനിങ്, ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷന്, പേഷ്യൻസ് ട്രാൻസ്പോർട്ടേഷൻ, ആംബുലൻസ് സർവീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മുട്ടും മുടക്കം കൂടാതെ മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ അതിഭയങ്കരമായ ഒരു ഇടപെടൽ മുഖാന്തരമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. സ്ഥിരമായ വരുമാന മാർഗമോ അല്ലെങ്കിൽ ഗവൺമെൻറ്
എയ്ഡോ സഹായങ്ങളോ അല്ലെങ്കിൽ വിദേശ സഹായങ്ങളോ FCR ലൈസൻസോ ഒന്നുമില്ലാതെ അനേക വ്യക്തികളുടെ സുമനസ്സുകളുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന വ്യക്തികളുടെ വീടുകളിലെ പ്രത്യേക അവസരങ്ങൾ, അതായത് എന്തെങ്കിലും വിവാഹമോ ചരമവാർഷികമോ ജന്മദിന വാർഷികമോ അങ്ങനെയുള്ള അവസരങ്ങളിൽ അനേക സുമനസ്സുകളിലൂടെ ദൈവമക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന മുഖാന്തരമാണ് നവജുവിൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഏതാണ്ട് പ്രതിദിനം 1,60,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ മുടക്ക് വരുന്ന ഈ ശുശ്രൂഷകൾ വർഷങ്ങളായിട്ട് നടന്നു പോകുന്നത്. ചിന്തിക്കുകയാണെങ്കിൽ തോമസ് ചേട്ടന് ദൈവിക ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏതാണ്ട് 54 വർഷത്തോളമായി. ഇത്രയും വർഷങ്ങൾ ഈ ശുശ്രൂഷ ഒരു സ്ഥിരമായ വരുമാന മാർഗമില്ലാതെ പോകുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഈ നവജയിലായിരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ദൈവിക നിമിത്തമാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനായിട്ട് ഈ നവജീവൻ്റെ ശുശ്രൂഷ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നവജീവനിൽ ഏതാണ്ട് 25 വർഷം ആയി സർവീസ് ചെയ്യുന്നു. ഇവിടെ ആദ്യം ഞാൻ വന്ന സമയത്ത് ഞാൻ അടുക്കളയിലെ ശുശ്രൂഷയായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന മിനിസ്ട്രിയിലായിരുന്നു. അതിലൂടെ ആണ് ഞാൻ ഈ നവജീവൻ ശുശ്രൂഷ തുടങ്ങിയത്. ഓരോ ദിവസവും ഓരോ പ്രഭാതവും പുതിയതാണ് എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു നമുക്ക് ഈ വർഷങ്ങളോടെല്ലാം തന്നെ. അതായത് നമുക്ക് ഒരു മനുഷ്യന് ആവശ്യമായ സഹായം അവൻ്റെ അവസാന സമയത്ത് ദൈവത്തിൻ്റെ മുൻ നിശ്ചയിച്ച പ്രകാരം ആ വ്യക്തി ആരാണെന്ന് നമുക്കറിയാതെ അവസാന സമയത്ത് അവൻ്റെ മരണസമയത്ത് അവനെ സഹായിക്കുവാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ദൈവിക ദൗത്യമായിട്ട് അത് കണ്ടുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇത് ചെയ്യാൻ തീർച്ചയായിട്ടും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ വലിയ ദൈവിക ശുശ്രൂഷയെ ഓർത്ത് ദൈവം എന്നെ ഇതിനായിട്ട് വിളിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൽ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു.